ഹായ് ദേർ. അങ്ങനെ ഞാൻ ഈ സ്റ്റിക്കേഴ്സ് ഒന്ന് പ്രിൻ്റ് എടുത്ത് നോക്കി. നമുക്ക് ആവശ്യമുള്ള സ്റ്റിക്കേഴ്സ് മാത്രം പ്രിൻ്റ് എടുക്കാൻ പറ്റുന്ന ലാബാണെന്ന് എനിക്ക് തോന്നി. ബട്ട് ഈ സ്റ്റിക്കേഴ്സ് എല്ലാം അതേ ഷേപ്പിൽ വെട്ടിയെടുക്കുന്നത് കുറച്ച് പണിയാണ്. എന്നാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പിൻട്രസ്റ്റിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റിക്കേഴ്സ് എടുത്തത് ക്യാൻവയിൽ A4 സൈസിൽ അറേഞ്ച് ചെയ്ത് അടുത്തുള്ള പ്രിൻറ്റിങ് ഷോപ്പിൽ പോയിട്ട് സ്റ്റിക്കർ പേപ്പറിലാണ് കേട്ടോ ഞാൻ ഇത് പ്രിൻ്റ് എടുത്തത്. ആകെ പറ്റിയൊരു പണിയെന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ ലാഭിക്കാൻ വേണ്ടി A3 പേപ്പറിൽ ഞാൻ കൊടുത്ത സ്റ്റിക്കേഴ്സ് എല്ലാം പ്രിൻ്റ് ചെയ്ത് തന്നു. അപ്പോൾ സ്റ്റിക്കേഴ്സ് കുറച്ചുകൂടെ അങ്ങ് ചെറുതായിപ്പോയി. ഞാൻ എൻ്റെ വിഷൻ ബോർഡ് A3 പേപ്പറിലാണ് പ്രിൻ്റ് എടുക്കാൻ പറഞ്ഞത്. പുള്ളി ആ പേപ്പറെല്ലാം ലാഭിക്കാൻ വേണ്ടി ബാക്കിയുള്ള സ്റ്റിക്കേഴ്സ് ഒരേപോലെ A3 പേപ്പറിൽ പ്രിൻ്റ് ചെയ്തു. ഇങ്ങനെ 2 പേപ്പർ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി എനിക്ക് 150 രൂപയാണ് ആയത്. A4ൻ്റെ എത്രയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, 25 തോന്നുന്നു. ഞാൻ എൻ്റെ റീഡിങ് ജേണൽ, മെമ്മറി ജേണൽ ഈ സ്റ്റിക്കേഴ്സ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് നോക്കി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയിട്ടുണ്ട്. ഞാൻ ഈ ജേണലിംഗ് എന്ന് പറയുന്ന പരിപാടി ഏകദേശം ഒരു 2021 തൊട്ട് തുടങ്ങിയതാണ് കേട്ടോ. അന്ന് എനിക്ക് ഇതുപോലെ സ്റ്റിക്കേഴ്സ് പ്രിൻ്റ് എടുക്കാനൊന്നും അങ്ങനെയൊന്നും അറിയില്ല. ഞാനിതെല്ലാം എഴുതിയാണ് ഉണ്ടാക്കിയിരുന്നത്. നമ്മുടെ നോർമൽ പേപ്പറിൽ ഈ പടങ്ങളൊക്കെ വരച്ചിട്ടാണ് കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് പഴയ നോട്ട്ബുക്കിലെ പേപ്പർ വെച്ചുണ്ടാക്കിയ ഒരു ജേണൽ മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ മെമ്മറി ജേണൽ, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ, റീഡിങ് ജേണൽ ഇങ്ങനെയുള്ള ജേണൽസിനെ പറ്റിയൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പം ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ജേണൽസൊക്കെ വെച്ചിട്ട് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യണേ. ടാറ്റാ.